ഇരേറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനി ഹൈക്കോടതി പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മേൽക്കോടതികളെ സമീപിക്കും. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇനി മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം അദ്ദേഹം സ്ഥിരമായി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിലെ ചികിത്സ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും പറയില്ല. അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ചികിത്സിക്കുന്ന നമുക്ക് അപ്ഡേഷനെല്ലാം നല്ല അതുമായതുകൊണ്ടാണ് പാലായിൽ മാർസ്ലിവ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ നമ്മൾ ഡിസ്ചാർജ് ആവശ്യപ്പെടും, എന്നിട്ട് അങ്ങോട്ട് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. ബെയിൽ കണ്ടീഷൻസ് വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ജാമ്യ വ്യവസ്ഥകളുണ്ടല്ലോ, തീർച്ചയായിട്ടും അല്ല. അവിടെ ഇപ്പോൾ അവരുടെ ഫൈൻഡിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് പാലായിലെ മെഡിസിറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചികിത്സ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാലായിലെ മെഡിസിറ്റിലാണ്, മാർസ്ലിവയിലാണ്. അങ്ങോട്ട് മാറാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഡോക്ടറെ കണ്ടതിന് ശേഷം തീരുമാനിക്കും. എന്ന് ഇന്നലെയും ന്യൂറോയുടെ കൺസൾട്ടൻസിയും അതുപോലെ കാർഡിയോളജിയിലും ഒന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഒരു കാര്യം ഈ പരാതിക്കാരനടക്കം ചൂണ്ടിക്കാണിച്ചത് PC ജോർജ് ജയിലിൽ കിടന്നില്ല, ഈ സർട്ടിഫിക്കറ്റ് പോലും വ്യാജമായി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ കിടപ്പുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് അതാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ചതിനെ ഈ നാടിനെ അതുപോലെ സ്നേഹിച്ചൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പറയുന്ന കോടതി കെട്ടിടം പോലും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. എന്നുവെച്ചാൽ ഇത് PC ജോർജിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, അത് ആ ബോധ്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ നാടിനെ ഇന്ന് ഈരാറ്റുപേട്ട എന്താണോ ആ ഈരാറ്റുപേട്ടയാക്കാൻ കഷ്ടപ്പെട്ടൊരു മനുഷ്യൻ, ആ നാട് വലിയ വർഗീയതയിലേക്ക് പോയപ്പോൾ അതിനെ തിരുത്താൻ ശ്രമിച്ചതാണ് തെറ്റ്. അദ്ദേഹം ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം തോറ്റുപോയത്. ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. 2021 ഈ പറയുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ PC ജോർജ് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഞാൻ പറയട്ടെ, അഹമ്മദാബാദ് പീഡന കേസിൽ, സ്ഫോടന കേസിൽ 2 പേര് ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലിയും ഷാദുലിയും ഇപ്പോഴും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ, STPയുടെ കൗൺസിലർ അൻസാരി ഇപ്പോഴും ജയിലിലാണ് NIA പിടിച്ച കേസിൽ. അങ്ങനെ NIA ഇവിടുന്ന് തന്നെ 5 പേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവകാശമുണ്ടോ ഇല്ലയോ, അതാണ് ഇവിടുത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ, ഞങ്ങളാരും തിരുത്തി പറയേണ്ട കാര്യം. അദ്ദേഹം തന്നെ ആ ഭാഷയിൽ ഏതെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിരുപാധികം ക്ഷമ അദ്ദേഹം ചോദിച്ചതാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന് തന്നെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ? PC ജോർജ് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഭരണഘടനയുടെ 3 തൂണെന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവാണ്. അതിന് 3നും അതിൻ്റേതായ ചുമതലകളുണ്ട്. ഈ നിയമം സംരക്ഷിക്കപ്പെടുന്ന ജുഡീഷ്യറിയുടെ കടമയാണ്. അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും അതിനെ കൃത്യമായി അതിൽ ഇടപെടലും നടത്തുക എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവമായി ഒരു രാഷ്ട്രീയ പ്രവർത്തന കടമയാണ്. ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഹൈക്കോടതി പറഞ്ഞതിൻ്റെ മറുവശമാണ് പറയുന്നത്, ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് PC ജോർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം, എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ളത് ചെയ്തു പറ്റും. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്നൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. പാലായിൽ ഒരു പറമ്പിൽ കിടച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഗ്രഹം കണ്ടെത്തി. ആ വിഗ്രഹം സ്വാഭാവികമായ ഒരു മതസമൂഹത്തിൻ്റെ വികാരമാണ്. ആ വികാരത്തെ മാനിച്ചുകൊണ്ട് പാലാ അരമന വളരെ സൗമ്യമായ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ചാനൽ, ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ചാനൽ അതിനെതിരെ പാലായിൽ പരാതി കൊടുത്തു. എന്താണ്? 2 മതവിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ പ്രശ്നമുണ്ടാക്കുന്ന വാർത്ത നിങ്ങളെല്ലാവരും അത് കണ്ടതാണ് അല്ലേ? എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? മുജാഹിദ് പാലിശ്ശേരി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇവിടെ ബാക്കിയുള്ള എല്ലാ മതസ്ഥരെയും കൊല്ലണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെ മുഴുവൻ അപമാനിക്കുന്നുണ്ട്. ഒരു കേസ് എടുത്തിട്ടില്ലല്ലോ. PC ജോർജിനെതിരെ കേസെടുത്തതിൻ്റെ കാര്യം ഇതൊന്നും അല്ല. നിങ്ങൾക്കാദ്യം മനസ്സിലാക്കുക, ഇവിടെ PC ജോർജ് പറഞ്ഞതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയോ? നിങ്ങൾ പറ, ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും? കാരണം PC ജോർജ് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്നറിയാം. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് കാലാകാലങ്ങളായി മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ വഖഫ് ബില്ല് വന്നപ്പോൾ ഇപ്പം നിങ്ങൾ ഇവിടെ ഇതിനകത്ത് ഇടപെട്ടേക്കുന്ന ആരാണ്? മുസ്ലിം ലീഗിൻ്റെ ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയാണോ? സുപ്രീം കോടതിയിൽ കാവിട്ടിട്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിക്ക് സുപ്രീം കോടതിയിൽ കാവിട്ടിടാനുള്ള സംവിധാനം. അപ്പം മുസ്ലിം നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞത് എന്താണ് സംഭവം? വഖഫ് വിഷയത്തിൽ PC ജോർജും ഞങ്ങളും ഒക്കെ എടുത്ത സമീപനം വലിയ രീതിയിൽ അസ്വസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വഖഫ് ബില്ല് ഇന്നലെ ദൈവം അനുഗ്രഹിച്ച് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭയെ കൂടെ വഖഫ് ബില്ല് ഇന്നലെ അനുമതി കൊടുത്തിരിക്കുകയാണ്. അത് ഉടനെ വരും.
അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. ഇവരെത്ര പ്രതിരോധിച്ചാലും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ അത് ആര് പറഞ്ഞാലും അതിന് ഈ ഏതെങ്കിലും മതത്തെ അപമാനിക്കുന്ന സമീപനമല്ല ഞാൻ പറഞ്ഞത്. ഈ രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കാതെ മുമ്പോട്ട് പോകാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും പി.സി. ജോർജിന് കഴിയില്ല. അത് തുടർന്നും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഉപയോഗിച്ച ഭാഷ വിഷമം ഉണ്ടാക്കിയെന്ന് നിരുപാധികം മാപ്പ് ചോദിച്ചു തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ളത്. അത് ആ നിലപാടിൽ നമുക്ക് വ്യത്യാസം. അത് ഞങ്ങളാരും അല്ലല്ലോ, അദ്ദേഹം തന്നെയല്ല മാപ്പ് ചോദിച്ചത്. അത് നമ്മളാരും അതിനെ ഇതെന്ന് പറയുന്നില്ല. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം കണ്ടില്ലെന്നടിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അത് തുറന്ന് പറഞ്ഞേ പറ്റും. ഞാൻ ചെന്നിട്ട് പറയാം. അത് എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു ആവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മെഡിക്കൽ കോളേജ് ഒരു കാര്യം എടുത്തു പറയണമല്ലോ, മെഡിക്കൽ കോളേജിൽ എല്ലാ നല്ല ചികിത്സയും അദ്ദേഹത്തിന് എടുത്തു പറയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയം മാറ്റിവെച്ച ഒരു മകനെന്ന നിലയിൽ ഈ പരാതിക്കാരോട് എനിക്ക് നന്ദി പറഞ്ഞാൽ മതി. കാരണം ഒരിക്കലും ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് പോകുന്ന ഒരാളല്ല എൻ്റെ അപ്പൻ പി.സി. ജോർജ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഇത്തരത്തിൽ അത് കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ചികിത്സ ലഭിക്കാൻ, ഒരുപക്ഷെ ഈ കേസില്ലായിരുന്നെങ്കിൽ അത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാർഡിയോ പ്രോബ്ലം അത് കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്താനും അതിന് കൃത്യമായ ചികിത്സ ലഭിക്കാനും ഈ 4 ദിവസം ഈ കേരളത്തിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല പരിചരണവും ട്രീറ്റ്മെൻറ്റും അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായത് ഒരു സംശയം വേണ്ട ഈ മുസ്ലിം ലീഗിൻ്റെ കേസ് കൊണ്ടും അതിന് പുറകിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെനക്കെട്ട് നടന്ന SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ആളുകളോടുള്ള മകൻ എന്ന നിലയിൽ, രാഷ്ട്രീയമല്ല കേട്ടോ, മകൻ എന്ന നിലയിൽ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കും.